അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കെ വിഭാഗം സമസ്തയിൽ ചില പ്രയാസങ്ങൾ സുഹാബികളും വഹാബികളും കൂടിച്ചേർന്നുകൊണ്ട് നടത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പൊതുവെ സുന്നികളെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായ കാലാവസ്ഥയിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മുമ്പുണ്ടായിരുന്ന പോലെ സുന്നികൾക്കിടയിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ ഊതി വീർപ്പിച്ചുകൊണ്ട് അടിയും പിടിയും പിടിച്ചെടുക്കലുമൊന്നുമില്ല. അതിനൊക്കെ അന്ത്യം കുറിച്ചുകൊണ്ട് സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും പാതയിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ വളരെയധികം സന്തോഷം നൽകുന്ന സമയത്ത് അമ്പലക്കടവ് ഹമീദ് ഫൈസി പറഞ്ഞ വിഷയത്തിലേക്ക് നമുക്ക് പോകാം. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഷെയ്ഖുന കാന്തപുരം ഉസ്താദ് ഒരു പ്രാവശ്യമെങ്കിലും ശംസുൽ ഉലമ കെ ഉസ്താദിന്റെ അടുക്കൽ പോയിരുന്നെങ്കിൽ ശംസുൽ ഉലമക്ക് മനം മാറ്റമുണ്ടാകുമായിരുന്നു. ഏത് വിഷയത്തിലാണ് ശംസുൽ ഉലമയുടെ മനം മാറേണ്ടതെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല. സമസ്ത നല്ല നിലയിൽ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ വഹാബികൾക്ക് ബോധ്യപ്പെട്ടു, സമസ്ത ഇങ്ങനെ മുന്നോട്ട് പോയാൽ ഒരിക്കലും കേരളം വഹാബികൾക്ക് പുത്തൻവാദികൾക്ക് വളക്കൂറുള്ള മണ്ണാവുകയില്ല. അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ് കുത്തിത്തിരിപ്പിലൂടെ രണ്ട് വിഭാഗമായി സമസ്തയെ പിളർത്തുക എന്നുള്ളത്. അതാണ് 1989 സംഭവിച്ചിട്ടുള്ളത്. അതിനെ സംബന്ധിച്ച് അബ്ദുൽ ഹമീദ് ഫൈസി പറഞ്ഞത്, സമസ്ത രണ്ട് വിഭാഗമായി പിളർന്നപ്പോൾ അടിയും പിടിയും കൊലപാതകങ്ങളൊക്കെ നടന്നിട്ടുണ്ട് എന്നാണ്. അത് മറക്കാൻ സാധ്യമല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. മറക്കാൻ പാടില്ല എന്നാണ് അബ്ദുൽ ഹമീദ് ഫൈസി ഉസ്താദിനോട് പറയാനുള്ളത്. കാരണം അത് സമസ്തയിലുള്ള ചില ആളുകൾ തന്നെ വഹാബികളുടെയും വഹാബി ലീഗിന്റെയും അവരുടെ അപ്പകഷ്ണത്തിന് വേണ്ടി ഉപചാപക സംഘങ്ങളായി മാറിയപ്പോൾ അവരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വഹാബി ലീഗും വഹാബികളും ചെയ്യിപ്പിച്ച അടിയും പിടിയും കച്ചറയും പിടിച്ചടക്കലും ഒരിക്കലും നാം മറന്നുകൂടാ. പക്ഷേ താങ്കൾ ചില കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറച്ചു വെച്ചതായി ശ്രദ്ധയിൽപ്പെട്ടു. അന്ന് മറച്ചു വെച്ച ഏതൊരു സംഗതിയാണോ ആ സംഗതി ഇന്ന് താങ്കൾ തന്നെ നേരിട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. മുസ്ലിം ലീഗ് എന്ന വഹാബി ലീഗുകാർ, സുഹാബികൾ എന്ന പേരിൽ അറിയപ്പെടുന്നവർ താങ്കളെ ഈ അവസരത്തിൽ എത്ര തവണ കല്ലെറിഞ്ഞു എന്ന് താങ്കൾ തന്നെ ചിന്തിക്കുന്നത് വളരെ നന്നായിരിക്കും. കാന്തപുരം ഉസ്താദ് സ്വയം ഇറങ്ങിപ്പോയതല്ല, സമസ്തയെ പിളർത്തണമെന്ന് മനഃപൂർവ്വം ആഗ്രഹിച്ചുകൊണ്ട് പോയതുമല്ല. കാരണം താങ്കൾക്ക് തന്നെ അറിയാം, വഹാബി ലീഗും വഹാബികളും അവരുടെ അപ്പകഷ്ണങ്ങൾക്ക് വേണ്ടി പണിയെടുത്ത ഉപചാപക സംഘങ്ങളുമാണ് താജുൽ ഉലമയെ കൊണ്ട് ഇറങ്ങിപ്പോകാൻ പ്രേരിപ്പിച്ചിട്ടുള്ളത്. ആ വസ്തുത താങ്കൾ മറച്ചു വെക്കുകയാണ് ഉണ്ടായത്. താങ്കളുടെ വിഷയത്തിലെങ്കിലും അതാണ് നിമിത്തമാണെന്ന് ബോധ്യമുണ്ടായതായി കരുതുകയാണ്. ഹമീദ് ഫൈസി അമ്പലക്കടവിനോട് സുന്നികൾക്ക് പറയാനുള്ളത്, സുന്നികൾ ഭിന്നിച്ചു പോയെങ്കിലും പല വിഷയത്തിലും ഐക്യത്തിന്റെ നാമ്പുകൾ അവിടെയും ഇവിടെയും ഉണ്ടാകുമ്പോൾ ആ നല്ല അന്തരീക്ഷത്തിന് മങ്ങലേൽപ്പിക്കുന്ന വസ്തുതക്ക് നിരക്കാത്ത കാര്യങ്ങൾ അങ്ങയിൽ നിന്ന് വീണ്ടും ഉണ്ടാവാൻ പാടില്ലാത്തതായിരുന്നു. ഷെയ്ഖുന കണ്ണിയത്ത് ഉസ്താദിനെയും ശംസുൽ ഉലമയെയും ആദരിക്കാൻ ബഹുമാനിക്കാൻ ഷെയ്ഖുന കാന്തപുരം ഉസ്താദ് വൈമനസ്യം കാണിച്ചു. അതിന് ഷെയ്ഖുനാക്ക് കഴിഞ്ഞിരുന്നില്ല എന്നാണ്. എന്നാൽ കണ്ണിയത്ത് ഉസ്താദിനെയും ശംസുൽ ഉലമയെയും അന്നും ഇന്നും ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ താങ്കളടക്കമുള്ള സമസ്തയിലുള്ള ആളുകൾ ബഹുമാനിച്ചതിനേക്കാൾ ആദരിച്ചതിനേക്കാൾ ഷെയ്ഖുന കാന്തപുരം ഉസ്താദായിരിക്കും ആദരിച്ചിരുന്നത്. എന്തിനേറെ പറയണം, താങ്കളുടെ തന്നെ സംഘടനയിൽപ്പെട്ടവർ ശംസുൽ ഉലമ പറഞ്ഞ വാക്കിനെ പോലും വളച്ചൊടിച്ചുകൊണ്ട് പ്രചരിപ്പിക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. എല്ലാ ലീഗ് ഓഫീസും ദീൻ ഓഫീസ് ആകണമെന്ന് പറഞ്ഞ ശംസുൽ ഉലമയുടെ വാക്ക് വളച്ചൊടിച്ചുകൊണ്ട് എല്ലാ ലീഗ് ഓഫീസും ദീൻ ഓഫീസാണെന്ന് ശംസുൽ ഉലമ പറഞ്ഞിട്ടുണ്ട് എന്ന പ്രചരണമാണ് പിന്നീട് നാം കേട്ടിട്ടുള്ളത്. അങ്ങനെ ശംസുൽ ഉലമ പറഞ്ഞ പല വാക്കുകളെയും തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് ശംസുൽ ഉലമയെ അനാദരിക്കാൻ ശംസുൽ ഉലമയുടെ അനുയായികളാണെന്ന് പറയുന്നവർ രംഗത്ത് വന്നപ്പോൾ സുൽത്താനുൽ ഉലമയുടെ വാക്കുകളിൽ നിന്ന്, കൊടുത്ത പെരുമാറ്റങ്ങളിൽ നിന്ന് അനാദരവുണ്ടാകുന്ന ഒരു വാക്ക് പോലും ഒരു പ്രവൃത്തി പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളത് താങ്കൾക്ക് ഇപ്പോഴെങ്കിലും ബോധ്യപ്പെട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. താങ്കൾക്ക് തന്നെ ഓർമ്മയുണ്ടാകും, കണ്ണിയത്ത് ഉസ്താദ് പലപ്പോഴും AP എവിടെ,
താജുൽ ഉലമ എവിടെ എന്ന് ചോദിക്കുമ്പോൾ താങ്കളുടെ തന്നെ സംഘടനാ നേതാക്കൾ മൈക്ക് ഓഫ് ചെയ്തതും കണ്ണിയത്ത് ഉസ്താദിന്റെ പേരിൽ AP വിഭാഗം കള്ളക്കേസ് കൊടുത്തിരിക്കുന്നു എന്ന വ്യാജ പ്രചരണവും നടത്തിയത് താങ്കൾ ഓർക്കുന്നുണ്ടാകും. യഥാർത്ഥത്തിൽ കണ്ണിയത്ത് ഉസ്താദിന്റെ പേരിൽ ഒരു പെറ്റി കേസെങ്കിലും കൊടുത്തതായി താങ്കൾക്കോ താങ്കളുടെ സംഘടനയിലുള്ളവർക്കോ കാണിച്ചു തരാൻ കഴിയില്ലെന്ന വസ്തുതയും താങ്കൾക്ക് തന്നെ അറിയാം. ഇങ്ങനെയൊക്കെ പരസ്യമായി കണ്ണിയത്ത് ഉസ്താദ് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ AP എവിടെ, കുഞ്ഞിക്കോയ തങ്ങൾ എവിടെ എന്ന് ചോദിക്കുമ്പോൾ മൈക്ക് ഓഫാക്കിയിട്ട് കണ്ണിയത്ത് ഉസ്താദിനെ നിസാരമാക്കി കണ്ടത് താങ്കളുടെ സംഘടനയിൽപ്പെട്ട പലരുമായിരുന്നു. അവർ തന്നെയാണ് ഇന്ന് താങ്കളെ സമസ്തയിൽ നിന്ന് പുറത്താക്കണമെന്ന് മുറവിളി കൂട്ടുന്നവർ. താങ്കളിപ്പോൾ ശംസുൽ ഉലമയുടെ വഴിയിലല്ല, കണ്ണിയത്ത് ഉസ്താദിന്റെ വഴിയിലല്ല, CPM-ന്റെ നിരീശ്വരവാദികളുടെ വഴിയിലാണെന്ന് പറഞ്ഞു പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് കാണുമ്പോൾ വസ്തുതാ വിരുദ്ധമായി താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുന്നത് വളരെ നല്ലതായിരിക്കും. താങ്കൾ ഒന്ന് ആലോചിച്ചു നോക്കൂ. ശൈഖുനാ കാന്തപുരം ഉസ്താദ് സമസ്തയിൽ നിന്ന് ഇറങ്ങിപ്പോയതിനു ശേഷം ആ സമസ്ത പുനർസംഘടിപ്പിച്ചുകൊണ്ട് അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയതിനു ശേഷം താങ്കളുടെ സംഘടനയിൽപ്പെട്ടവർ ശംസുൽ ഉലമ ഉസ്താദിനെയും കണ്ണിയത്ത് ഉസ്താദിനെയും ഒക്കെ എന്തൊക്കെയാണ് വിളിച്ചിരുന്നത്, എന്തൊക്കെയാണ് പറഞ്ഞിരുന്നത്? അത് കാന്തപുരം ഉസ്താദ് ഉള്ളത് കൊണ്ട് അനാദരിച്ചതാണോ? ഇന്ന് താങ്കൾ അടക്കമുള്ളവരും അംഗീകരിക്കുന്നത് പോലെ സമസ്തയിലെ ചില ആളുകൾ വഹാബി ലീഗിന്റെ അപ്പകഷ്ണത്തിന് വേണ്ടി സമസ്തയിൽ വഹാബിസം കുത്തിവെക്കാൻ നോക്കിയപ്പോൾ താങ്കൾ ഇന്ന് ചെയ്യുന്നതിനേക്കാൾ ആത്മാർത്ഥമായി അതിനെതിരെ പോരാടി സമസ്ത പുനർസംഘടിപ്പിക്കുക മാത്രമാണ് ശൈഖുനാ കാന്തപുരം ഉസ്താദ് ചെയ്തിട്ടുള്ളത്. അല്ലാതെ സമസ്തയെ വലിച്ചെറിഞ്ഞുകൊണ്ട് ഒരു സമാന്തര കമ്മിറ്റി ഉണ്ടാക്കുകയായിരുന്നില്ല. ആ ബോധ്യം ഇപ്പോഴെങ്കിലും താങ്കൾക്കുണ്ടാകണമെന്ന് ഗ്രഹിക്കുകയാണ്. മാത്രവുമല്ല, ശംസുൽ ഉലമ തന്നെ തുടക്കത്തിൽ തെറ്റിദ്ധരിച്ചു പോയതായിരുന്നു. ആ കാരണം കൊണ്ട് ശംസുൽ ഉലമ വേദനിച്ചു എന്നുള്ളത് പ്രായം ചെന്ന കാരണവന്മാർ പറഞ്ഞു തരേണ്ട കാര്യമില്ല, താങ്കൾക്ക് തന്നെ ബോധ്യമുള്ളതാണത്. ഈ കാര്യങ്ങളൊക്കെ ശംസുൽ ഉലമക്ക് ബോധ്യപ്പെട്ടപ്പോൾ, താൻ തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയായിരുന്നു എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഒന്നാകാൻ ആഗ്രഹിക്കുകയും പലരോടും തന്റെ ആഗ്രഹങ്ങൾ പങ്കുവെക്കുകയും അതിനായി പ്രവർത്തിക്കുകയും ചെയ്തിരുന്നെങ്കിലും വഹാബി ലീഗും ഉപജാപക സംഘങ്ങളും അതിന് തടസ്സം നിന്നത് കാരണത്താൽ ശംസുൽ ഉലമക്ക് തന്റെ വഫാത്ത് വരെ ആ ആഗ്രഹം മനസ്സിലിടേണ്ടി വന്നു. കണ്ണിയത്ത് ഉസ്താദാവട്ടെ താജുൽ ഉലമ എന്ന മഹാമനീഷിയായ കുഞ്ഞിക്കോയ തങ്ങളെ പുറത്താക്കിയവരെ ഞാൻ പുറത്താക്കിയിരിക്കുന്നു എന്ന് കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞതായി താങ്കൾക്ക് തന്നെ ബോധ്യമുള്ളതാണ്. ഇനി ബോധ്യമില്ല എങ്കിൽ അവിടുത്തെ മകനോട് ചോദിച്ചാൽ, പ്രായം ചെന്നവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കാന്തപുരം ഉസ്താദിനും ശംസുൽ ഉലമക്കും പരസ്പരം കാണണമെന്നും സന്ദർശിക്കണമെന്നും ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും വഹാബി ലീഗും വഹാബികളും ഇന്ന് താങ്കളെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്ന ഉപജാപക സംഘങ്ങളും അതിനനുവദിച്ചില്ല എന്ന വസ്തുത താങ്കൾ ഇനിയെങ്കിലും മാലോകരോട് വിളിച്ചു പറയാൻ ആർജവം കാണിക്കണമെന്നാണ് ഫൈസിയോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ശംസുൽ ഉലമയെ എത്ര വിലക്കിയിട്ടും യാദൃച്ഛികമായിട്ടാണെങ്കിലും നന്ദി കോളേജിന്റെ തിരുമുറ്റത്ത് വെച്ചും പുറത്തുള്ള മറ്റിടങ്ങളിൽ വെച്ചും പലപ്പോഴും ശംസുൽ ഉലമയും കാന്തപുരം ഉസ്താദും കണ്ടുമുട്ടിയിട്ടുണ്ട് എന്ന വസ്തുത താങ്കൾ മറച്ചു പിടിച്ചതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. താങ്കൾ തന്നെ പറഞ്ഞതുപോലെ കാന്തപുരം ഉസ്താദ് ശംസുൽ ഉലമയെ നേരിട്ട് കണ്ടാൽ ശംസുൽ ഉലമക്ക് മനം മാറ്റമുണ്ടാകുമെന്ന് തന്നെയാണ് താങ്കൾ അടക്കമുള്ളവർ അന്ന് അതിന് തടസ്സം നിന്നത് എന്ന് താങ്കൾ തന്നെയാണ് വ്യക്തമാക്കേണ്ടത്. വഹാബി ലീഗിന് വേണ്ടി, വഹാബികൾക്ക് വേണ്ടി, ചില ഉപജാപക സംഘങ്ങൾക്ക് വേണ്ടി കാന്തപുരം ഉസ്താദും ശംസുൽ ഉലമയും നേരിട്ട് കണ്ടാൽ ശംസുൽ ഉലമക്ക് വല്ല മനംമാറ്റവും ഉണ്ടായിപ്പോകുമോ എന്ന ഭയം കൊണ്ട് ശംസുൽ ഉലമയെ കാന്തപുരം ഉസ്താദിൽ നിന്ന് നിങ്ങൾ തടഞ്ഞു നിർത്തുകയായിരുന്നു എന്ന് താങ്കൾ തന്നെ പറയാതെ പറഞ്ഞതിന് താങ്കൾക്കൊരായിരം നന്ദി അറിയിക്കുകയാണ്. സമസ്തയിൽ നിന്ന്
ഒരിക്കൽ പോലും കാന്തപുരം ഉസ്താദ് വേറിട്ട് നിന്നിട്ടില്ല. ഇന്നും സമസ്തയുടെ ജനറൽ സെക്രട്ടറിയാണ് ഷെയ്ഖുന കാന്തപുരം ഉസ്താദ്. ഷെയ്ഖുനയാണ് സമസ്തയുടെ ജനറൽ സെക്രട്ടറി എന്ന് കാലം തെളിയിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലൂടെയാണ് താങ്കളും കടന്നു പോകുന്നത്. മുക്കം ഉമർ ഫൈസി നാവുകൊണ്ട് വെളിവാക്കിയതുപോലെ താങ്കൾ മനസ്സുകൊണ്ടെങ്കിലും അത് സമ്മതിക്കുന്നു എന്ന് ഞങ്ങൾക്കറിയാം. പിന്നെന്തിനായിരുന്നു ഫൈസി ഇങ്ങനെ ചരിത്രത്തെ വളച്ചൊടിച്ചത്? വഹാബികളുടെയും വഹാബി ലീഗിന്റെയും മറ്റു ഉപജാപക സംഘങ്ങളുടെയും കുതന്ത്രങ്ങളിൽ അകപ്പെട്ടു പോവാതെ ഇപ്പോഴുള്ള നല്ല അന്തരീക്ഷം നഷ്ടപ്പെടുത്താതെ അതിന് കൂടുതൽ വെള്ളവും വളവും നൽകി വളർത്താനാണ് താങ്കളെപ്പോലെയുള്ളവർ ശ്രമിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും ഇത്തരം സംസാരങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് അതൊരു പക്ഷേ താങ്കളും നളന്ദ ടീമും യോജിച്ചാലും വിയോജിച്ചാലും താങ്കൾ അതിന് മുൻകൈയെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ ഇത്രയും പറയാൻ കാരണമായിട്ടുള്ള അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവിന്റെ ആ ഭാഷണം കേൾക്കാനായി പോകാം വീഡിയോയിലേക്ക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅല ആലിഹി വസഹ്ബിഹിൽ ഫായിസിന ബിറല്ലാഹി അമ്മാ ബഅദ്. ആദരണീയരായ സഹോദരങ്ങളെ, ഏറെ സന്തോഷകരമായ ഒരു വാർത്ത ഇന്ന് നമുക്ക് കാണാൻ സാധിച്ചു. ബഹുമാന്യനായ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അവറുകൾ നീണ്ട 3.5 പതിറ്റാണ്ടിന് ശേഷം സമസ്ത കേരള ജംഇയ്യത്തുകളുടെ സമുന്നതനും ദീർഘകാലത്തെ ജനറൽ സെക്രട്ടറിയുമായിരുന്ന ഷംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ മഹാനവറുകളുടെ മഖാം വന്ന് സിയാറത്ത് ചെയ്ത് ദുആ ചെയ്തിരിക്കുകയാണ്. ഇത് സന്തോഷകരമാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. കാരണം കഴിഞ്ഞ 3-4 പതിറ്റാണ്ട് കാലത്തെ വിവാദങ്ങളും പ്രശ്നങ്ങളും കുഴപ്പങ്ങളും സംഘട്ടനങ്ങളും അടിപിടികളുമൊക്കെ സുന്നി കേരളം മറന്നുപോയിട്ടില്ല. ഇതിൻ്റെ എല്ലാം നിമിത്തം ബഹുമാന്യനായ ഷംസുൽ ഉലമ EK ഉസ്താദും റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരും പ്രസിഡൻറ്റും ജനറൽ സെക്രട്ടറിയുമായ സമസ്ത കേരള ജംഇയ്യത്തുലുമയുമായി വിയോജിപ്പുണ്ടാവുകയും ബഹുമാന്യനായ കാന്തപുരത്തിൻ്റെ നേതൃത്വത്തിൽ ഏതാനും അംഗങ്ങൾ ഇറങ്ങിപ്പോയി സമാന്തര സംഘടന രൂപീകരിക്കുകയും ചെയ്തതായിരുന്നു. ഞാനത് പറഞ്ഞ് പ്രശ്നമാക്കുന്നില്ല. അതിൻ്റെ ദുരിതങ്ങളും ദുരന്തങ്ങളുമൊക്കെ മുസ്ലിം ഉമ്മത്ത് ആൾറെഡി അനുഭവിച്ചു കഴിഞ്ഞു. പിന്നീട് ചില ഐക്യ ചർച്ചകളിലൂടെ പരസ്പരം രഞ്ജിപ്പിൽ പോകാനും പുതിയ പ്രശ്നങ്ങളുണ്ടാക്കാതിരിക്കാനും പള്ളികളും മദ്രസകളും പിടിച്ചെടുക്കാതിരിക്കാനുമൊക്കെയുള്ള ധാരണയാക്കുകയും ആ നല്ല അന്തരീക്ഷത്തിൽ സുന്നി കേരളം മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ശുഭകരമായ മുഹൂർത്തമാണ് നിലവിലുള്ളത്. പക്ഷേ ഈ ഒരു ഘട്ടത്തിലും ബഹുമാന്യനായ കാന്തപുരത്തിൻ്റെ നേതൃത്വത്തിൽ വേറിട്ട് ഒരു സമാന്തര സംഘടനയുമായി മുന്നോട്ട് പോകുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ വേറിട്ട് പോകുമ്പോൾ അദ്ദേഹത്തിന് ഒരിക്കലും ഷംസുൽ ഉലമ EK ഉസ്താദിനെയോ റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ അവറുകളെയോ ആദരിക്കാനും മാനിക്കാനും സാധിക്കുമായിരുന്നില്ല. എന്തുകൊണ്ടെന്നാൽ മഹാനായ റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ അള്ളാഹുവിൻ്റെ സൂഫിയാക്കൾ വലിയ മഹാനാണ്, സർവ്വസ്വീകാര്യനാണ്, ദുആക്ക് ഇജാബത്തുള്ള മഹാനായിരുന്നു. അദ്ദേഹം സമസ്തയുടെ അധ്യക്ഷ പദവിയിലിരിക്കെ അതുപോലെ സുന്നത്ത് ജമാഅത്തിൻ്റെ അജയ്യനായ തേരാളി അല്ലെങ്കിൽ നായകൻ എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന നീണ്ട 4 പതിറ്റാണ്ട് കാലം സമസ്ത കേരള ജംഇയ്യത്തുൽ ജനറൽ സെക്രട്ടറി പദം അലങ്കരിച്ച ഷംസുൽ ഉലമ EK ഉസ്താദ് അവറുകൾ ആ ജനറൽ സെക്രട്ടറി പദത്തിലിരിക്കെ ശാന്തസുന്ദരമായി സമസ്ത മുന്നോട്ട് പോകുമ്പോൾ ആ മുഷാവറയിൽ നിന്ന് ഇറങ്ങിപ്പോരുകയും വേറിട്ട് ഒരു സമാന്തര സംഘടന രൂപീകരിച്ചു എന്ന് മാത്രമല്ല, ഷംസുൽ ഉലമ ജീവിച്ചിരിക്കെ താൻ ജനറൽ സെക്രട്ടറിയായി, കണ്ണിയത്ത് ഉസ്താദ് ജീവിച്ചിരിക്കെ ഉള്ളാൾ തങ്ങൾ പ്രസിഡൻ്റായി ഒരു സമാന്തര സംഘടനാ സംവിധാനം രൂപീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ എന്തായിരുന്നാലും ആ 2 മഹാത്മാക്കൾക്ക് ഇത് ഇഷ്ടമാകില്ലെന്ന കാര്യം ഉറപ്പാണല്ലോ. അവർ വല്ലാതെ വേദനിച്ചിരുന്നു.
വല്ലാതെ പ്രയാസപ്പെട്ടിരുന്നു, വല്ലാതെ സങ്കടപ്പെട്ടിരുന്നു. മഹാനായ ശംസുലമ വഫാത്തായപ്പോൾ പോലും ബഹുമാന്യനായ കാന്തപുരം ഉസ്താദിന് മഹാനവറുകളെ സന്ദർശിക്കാൻ സാധിക്കാതെ പോയി. അദ്ദേഹം കാരണം അമേരിക്കയിലായിരുന്നു തത്സമയം. എന്നാലും സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസമനുസരിച്ച് മരിച്ചുപോയ സാധാരണക്കാരെ പോലും നമ്മൾ സന്ദർശിച്ചാൽ അവർക്ക് സന്ദർശകരെ തിരിച്ചറിയാൻ സാധിക്കും. ശംസുലമയെപ്പോലുള്ള മഹാത്മാക്കളാകുമ്പോൾ തീർച്ചയായും കാന്തപുരം അവിടെ വന്നാൽ ഒരു സലാം പറഞ്ഞാൽ, അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്താൽ, അദ്ദേഹത്തിന് മുൻ ഭവ്യതയോടുകൂടി നിൽക്കുന്നത് കണ്ടാൽ ശംസുലമക്ക് ഒരു പക്ഷേ മനസ്മാറ്റം വന്നെങ്കിലോ. പക്ഷെ അതിനുള്ള ധൈര്യം കാന്തപുരത്തിന് ഇത്രയും കാലം കിട്ടിയില്ല. കാരണം ഞാൻ ചെന്നാൽ ഞാൻ ചെയ്ത ഗുരുതരമായ അച്ചടക്കരാഹിത്യം, ഈ അച്ചടക്കരാഹിത്യവുമായി മഹാനവരുടെ മുന്നിലേക്ക് എങ്ങനെ ചെല്ലുമെന്ന മനസ്സാക്ഷി കുത്തി അദ്ദേഹത്തിന് ഉണ്ടായിരിക്കാം. പക്ഷെ എന്തായിരുന്നു പഴയ കാലങ്ങളൊന്നും പറഞ്ഞ് നാം മുറിവേൽപ്പിക്കേണ്ടതില്ല. ഇന്ന് അദ്ദേഹം ചെയ്തത് വളരെ മാതൃകാപരമായ കാര്യമാണ്. അദ്ദേഹം മഹാനായ സയ്യിദ് വരക്കൽ തങ്ങൾ അവരുടെ ഖബർ സിയാറത്ത് ചെയ്തു. വരക്കൽ തങ്ങൾ പൂർവികനായ മഹാൻ്റെ തൊട്ടപ്പുറത്തുള്ള മക്കാം സിയാറത്ത് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ദൃക്സാക്ഷികൾ പറയുന്നു, അദ്ദേഹം തന്നെയാണ് പറഞ്ഞത് ഇനി നമുക്ക് അവിടെ നിന്ന് സിയാറത്ത് ചെയ്യാമെന്ന് പറഞ്ഞ് അദ്ദേഹം മുന്നിൽ നടന്നപ്പോൾ കൂടെയുള്ള ആളുകൾ വരാൻ നിർബന്ധിതരായി. അദ്ദേഹം അവിടെ ഇരുന്നു, ശാന്തമായി സലാം ചൊല്ലി, സൂറത്തുകൾ ഓതി, ദുആ ചെയ്തു. വളരെ സന്തോഷത്തോടു കൂടി അദ്ദേഹം തിരിച്ചു പോയിരിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നു 3.5 പതിറ്റാണ്ട് കാലം ഇതിന് തയ്യാറാകാതിരുന്ന കാന്തപുരം ഉസ്താദ് ഇപ്പോൾ അതിന് തയ്യാറായിട്ടുണ്ടെങ്കിൽ അത് സ്വാഗതാർഹമാണെന്ന് മാത്രമല്ല, ശുഭകരമാണെന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് മനസ്സിന് ചാഞ്ചല്യം വന്നിട്ടുണ്ടെന്നാണ് അറിയിക്കുന്നത്. അദ്ദേഹത്തിന് തീർച്ചയായും ആലോചിച്ചിരിക്കണം. ഒരു ഘട്ടത്തിൽ ഒരുപാട് ഞാൻ സേവനം ചെയ്ത സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിൻ്റെ 100ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഞാൻ വേറിട്ട് നിൽക്കേണ്ടയാളല്ല, ഞാൻ സമസ്തയുടെ ഭാഗമാകേണ്ടയാളാണ്. അതുകൊണ്ട് തന്നെ 100ാം വാർഷികം ആഘോഷിക്കണം എന്നതിൽ അദ്ദേഹം പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. ഞാൻ വിനയപൂർവ്വം അറിയിക്കുകയാണ്, കാന്തപുരം ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ ഈ സാഹചര്യത്തിൽ വേറിട്ട് നടത്തുന്നതിന് പകരം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നേരിട്ട് സമസ്തയുടെ ജനറൽ സെക്രട്ടറി ശംസുലമ EK ഉസ്താദും സമസ്ത പ്രസിഡന്റ് കണ്ണിയത്ത് ഉസ്താദും അന്ന് നിങ്ങൾ മാറ്റി നിർത്തിയ അല്ലെങ്കിൽ അംഗീകരിക്കാവുന്ന അവരുടെ പാരമ്പര്യമനുസരിച്ചുള്ള യഥാർത്ഥ സമസ്ത തന്നെ ബാംഗ്ലൂരിൽ 100ാം വാർഷികത്തിന് ഉദ്ഘാടന സമ്മേളനം നടത്തുമ്പോൾ തീർച്ചയായും നേരിട്ട് അതിൽ തന്നെ പങ്കാളികളായിക്കൊണ്ട് നമുക്ക് ഒരുമിച്ച് 100ാം വാർഷികാഘോഷ പരിപാടികൾ നടത്താമല്ലോ. ഈ മനസ്സ്, ഈ മാറ്റം ആത്മാർത്ഥമായിരിക്കട്ടെ, അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. ഇനി വേറിട്ട് നിൽക്കാതെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറിയായി അംഗീകരിച്ച് ആ പശ്ചാത്തല മനോഭാവം അള്ളാഹു കബൂൽ ചെയ്യുകയും അത് മനസ്സ വാച കർമ്മണ പ്രാവർത്തികമാക്കുകയും ചെയ്ത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ ഒറ്റക്കെട്ടായി നയിക്കാനും സമസ്തയുടെ പിന്നിൽ ഒന്നിച്ച് സുന്നത്ത് ജമാഅത്തിൻ്റെ അണികൾക്കൊക്കെ അണിനിരക്കാനുമുള്ള ഒരു സാഹചര്യം ഒരുക്കാൻ അങ്ങ് തയ്യാറാകുമെന്ന ശുഭാപ്തി വിശ്വാസമാണ് നമുക്കെല്ലാവർക്കും ഉള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല സുന്നത്ത് ജമാഅത്തിന് കരുത്തു നൽകാൻ, എല്ലാ തെറ്റുകളും തിരുത്തി മറക്കേണ്ടത് മറന്ന് പരസ്പരം ഒന്നിച്ച് മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഒരുക്കി തരുമാറാകട്ടെ. സമസ്തയുടെ 100ാം വാർഷികം വൻ വിജയമാക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. ബാംഗ്ലൂരിലേക്ക് ഇൻഷാ അല്ലാഹ് ജനുവരി 28-ന് നമുക്ക് ഒരുമിച്ച് മാർച്ച് ചെയ്യാം. അള്ളാഹു സഹായിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം.